എന്താണോ ശീലിച്ചു പോരുന്നത് അതാ മരിക്കണ നേരത്തെ ചൊല്ലുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നാവിൽ വരുന്നില്ല. എങ്ങനെ വരുന്നില്ല? ദുനിയാവിൽ അത് ചൊല്ലിയ ആളുകൾക്ക് അത് ചൊല്ലാൻ പറ്റുള്ളൂ. യാ അല്ലാഹ് ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 അൽസമഹും കലിമത്ത തഖ്വ. ഇത് ധാരാളം ചൊല്ലുന്നവർക്ക് മരണനേരത്ത് ഓർമ്മ വരുള്ളൂ. വലിയ ഹാഫിളാൻ മഹാനായ അബൂ സുർഅത്തുർ റാസി റളിയല്ലാഹു തആല, അബൂ സുർഅത്തുർ റാസി അവര് ആ രീതിയിലാ വഫാത്താകുക. അവർക്ക് മരണമാസന്നമാകുമ്പോൾ അതാണ് ഓർമ്മ വരിക. പാട്ട് പാടുന്നവൻ പാട്ട് പാടിയിട്ടാ മരിക്കാന്നാണ്. സിനിമ കഥ നടക്കുന്നവൻ അത് പറഞ്ഞിട്ടേ മരിക്കാന്നാണ്. അത്ഭുതകരമായ ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോണത്. ശരി, മുമ്പൊരു കാര്യം പറയാം. നമ്മൾ ഈ സിനിമ പാട്ടൊക്കെ ഇങ്ങനെ പാടി നടന്നാൽ മരിക്കണ നേരത്ത് തന്നെ വരിക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദിക്ർ ചൊല്ലി നടക്കുന്നവനെ അത് വരുള്ളൂ. ആ നേരം വെച്ചിട്ടൊന്നും പഠിക്കലൊന്നും നടക്കൂല. ദുന്യാവിൽ പ്രാക്ടീസ് ചെയ്ത് ജീവിച്ചിരിക്കുന്നൊന്നും ചൊല്ലാത്തവർക്ക് വരാൻ പറ്റുക നാവിൽ വരില്ല. ഉമ്മയിങ്ങനെ പരിശ്രമിക്കണം. നമ്മളൊക്കെ പറഞ്ഞതിന്റെ ആ ഓരോ സംഭവത്തിൽ നിന്ന് ഓരോത് പഠിക്കാനുണ്ട്. യാ അല്ലാഹ്, ഹമ്മാമി മഞ്ചാബിന്റെ കുളിപ്പര നോക്കി വന്ന ഒരാൾ പാട്ടുപാടി ഒരു പെണ്ണിന്റെ കഥ പറഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്. വെളിമ ഒക്കെ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഹമ്മാമി മഞ്ചാബി സ്ത്രീയിലായിരുന്ന സംഭവം. അന്ന് കുളിപ്പരകളുണ്ട്. ഒരു പെണ്ണ് വന്ന് ചോദിച്ചത്, ഇത് മഞ്ചാബിയുടെ കുളിപ്പരയാണോ? മഞ്ചാബി ഒരാളുടെ ബാത്റൂമിന്റെ പേരാണ്. അന്നൊക്കെ പൈസ കൊടുത്ത് കുളിക്കുന്ന. സ്വന്തം പുര തുറന്നിട്ട് പറഞ്ഞു ഇതന്നെയാണെന്ന് പറഞ്ഞു. ഒരു സുന്ദരിയായ പെണ്ണാണ് വന്നത്. അവളെ ഹറാം അവളുമായി ചെയ്യണമെന്ന് ഇയാൾ ആഗ്രഹിച്ചു. അവൾക്ക് വിചാരിച്ചു ഞാൻ അകപ്പെട്ടു. അവള് പറഞ്ഞു എന്നാ പിന്നെ റാഹത്തിലായിക്കോട്ടെ, നിങ്ങൾ തിന്നാളെ ഭക്ഷണം കൊണ്ടുവരും. ഭക്ഷണത്തെ വേണ്ടി ഇയാൾ ഓടിപ്പോയതാ. വാതിൽ ലോക്കാക്കാതെ പോയി. ഇവള് പിന്നെ ഇറങ്ങിപ്പോന്നു. ഇയാൾക്ക് ഇതിന്റെ ഭ്രാന്തായി. തലക്ക് പ്രേമം തലക്കടിച്ചിട്ട് ഭ്രാന്താണ് ആൾക്കാരൊക്കെ അല്ലേ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇയാൾക്കുടെ ഭ്രാന്തായി. എപ്പോഴും പാട്ടിതാ يا رب سائلة يوما وقد تعبت أين الطريق إلى حمام منجابي. മഞ്ചാബിന്റെ കുളിപ്പര ചോദിച്ചു വന്ന പെണ്ണെവിടെ? ഇത് ചോദിച്ചെങ്ങനെ നടന്നു. ഭ്രാന്തനായ ആൾക്കാർ പിന്നെ അങ്ങനെ കണ്ടത്. ആ പെണ്ണെവിടെയെന്ന് ചോദിച്ച് കാലം മുഴുവനും നടന്നു. അങ്ങനെ നടക്കുമ്പോ ഒരു മറുപടി കേട്ടു. ഒരു വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് അവളങ്ങനെ ഉള്ളിലാക്കി പോയപ്പോ ഒന്ന് പൂട്ടിച്ചിടായിരുന്നോ നിനക്ക് റൂം എന്ന്. ഇത് ആരാം തിരിഞ്ഞോക്കിയപ്പോൾ പോയും ചെയ്ത്. പിന്നെ ഇയാൾക്ക് ഭ്രാന്ത് കൂടിയെന്ന്. അങ്ങനെ മരിക്കണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്ത് മരിക്കാൻ നേരത്ത് അപ്പോഴും പാടി പഞ്ചാബിന്റെ പാട്ടും പാടി മരിച്ചിട്ടുണ്ട്. അന്നത്തെ സിനിമാ പാട്ടാണ് ഈ പറഞ്ഞത്. ഇത് ഹജ്ജ് പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മളോട് ചോദിക്കണ്ട. നമ്മൾ എന്താണോ ശീലിച്ചു പോരുന്നത് അതേ ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല നമ്മുടെ നാവിലൊക്കെ കലിമത്തുൽ ഹഖ് അല്ലാഹു കാണിച്ചു തരുമാറാകട്ടെ. ഒരു അടിമ, വലിയ ആലിമ്യങ്ങളുടെ അനുഭവങ്ങളൊക്കെ, ഒരു അടിമ, നമ്മളൊക്കെ വേലക്കാരോ അങ്ങനെയൊക്കെ നിസ്സാരമായി വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെ നമ്മൾ ആരെപ്പറ്റി വിചാരിക്കാൻ പാടില്ല. ഒരു ഗുലാമിന്റെ സംഭവം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ശിബ്രി റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആമിർ ഷാബി തങ്ങളുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ മരിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ചെന്നു. ചെറുപ്പക്കാരന്റെ മയ്യത്ത് മരിക്കാൻ വേണ്ടി പോവാണ്. ആമിർ ഷാബി റഹ്മഹുല്ലാഹ് കൂടെ ഉണ്ട്. ആ നേരത്ത് ഞങ്ങളൊക്കെ പറഞ്ഞു ചെറുപ്പക്കാരനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ചെറുപ്പക്കാരൻ മിണ്ടണില്ല. ഇത് സാധാരണക്കാരൻ, ഒരു ഗുലാം, അടിമയെന്നാ പറഞ്ഞത്. ചൊല്ലുന്നില്ല, കലിമ ചൊല്ലുന്നില്ല. കുറെ നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചൊല്ലാത്തതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു ലഖൻതുമൂനി ഔ ലം തുലഖിനു. നിങ്ങൾക്ക് കലിമ ചൊല്ലിത്തരണ്ട, നിങ്ങൾ തന്നാലില്ലെങ്കിലും ഞാനത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നെ ഇറങ്ങാറാക്കല്ലേ, ഞാൻ ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ട് ആയത്തോടെ വഅൽസമഹും കലിമത്തത് തഖ്വാ വകാനൂ അഹഖ ബിഹാ വഅഹ്ലഹാ. അല്ലാഹു ഹഖിന്റെ വചനം അവരുടെ നാവുകളിൽ ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരത് തുടർന്നു പോരുന്നവരായിരുന്നു. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളായിരുന്നു എന്ന് പറഞ്ഞ സൂറത്തുൽ ഫത്ഹിലെ 26-ാമത്തെ ആയത്ത്. ആ ആയത്തും ചൊല്ലിയാണ് മരിക്കുന്നത്. ഒരു ഗുലാം, ഒരു അടിമ. യാ അല്ലാഹ്,
മഹാനായ അബൂ ദുർഅത്ത് റാസി 5 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ അബൂ ദുർഅത്ത് റാസി അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാ അവരുടെ സുഹൃത്തുക്കളായ മറ്റു പണ്ഡിതന്മാർ മഹാനായ അബൂ ഹാത്തിം തങ്ങൾ, മുഹമ്മദ് ബിൻ മസ്ലമ, മുൻദിർ ബിൻ ഷാദാൻ, ഇവരൊക്കെ മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാരാ. ഇവരെ ഒരു കൂട്ടം വേറെ ആലിമ്യങ്ങൾ അങ്ങാടിയിൽ നിന്നപ്പോ അപ്പോഴും ചർച്ച ഹദീസാണ്. ഈബത്തും അവർ പറയാ, അവരെ ചർച്ചയ ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു, തൽഖീനിനെ സംബന്ധിച്ചൊരു ഹദീസ് ഉണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞ മനുഷ്യന് തൽഖീൻ ചൊല്ലി കൊടുക്കണല്ലോ. ആ തൽഖീനെ പറ്റി പറഞ്ഞ ഹദീസ് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാം. മഹാനായ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബുർ റൂഹിൽ ബഹുമാനപ്പെട്ടവർ തൽഖീൻ ചൊല്ലിനെ സംബന്ധിച്ചും മറ്റു വിഷയങ്ങളൊക്കെ വെറുതെ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്ന വിഷയങ്ങളല്ലേ, എന്താണ് അയിമ്മത്തിന്റെ അഭിപ്രായം എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വഴി ചർച്ച ചെയ്യാനുള്ളതാണ്. ഹക്കുകൾ നമ്മൾ മനസ്സിലാക്കുക, ഹക്കനുസരിച്ച് ജീവിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഹദീസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ഹദീസിന്റെ റാവിമാരങ്ങനെ ഓരോരുത്തരും അബൂ ദുർഅത്ത് റാസി തങ്ങളോട് നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വലിയ മഹാനാണ്, മൂപ്പരോട് പറയണ്ട, നമുക്ക് എല്ലാവർക്കും ഹദീസ് എന്ന് പഠിക്കുക എന്ന് പറഞ്ഞ് ഹദീസ് ഓതി തുടങ്ങി. ആ നേരത്തെ മുഹമ്മദ് ബിൻ മസ്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഹദ്ദസനാ ളഹാഖ് ബിൻ മുഖല്ലദ് ഹദ്ദസനാ അബൂ ആസിം ഖാല ഹദ്ദസനാ അബ്ദുൽ ഹമീദ് ബിൻ ജഅഫർ അൻ സാലിഹ് ബിൻ അബി ഗരീബ്. സഹാബിനെ പറയുന്നില്ല, ഹദീസ് വരുന്നില്ല. അപ്പൊ അബൂ ഹാത്തിം എന്നവര് അവിടെ ഉണ്ട്. حدثنا بندار حدثنا أبو عاصم عن عبد الحميد بن جعفر عن صالح بن أبي غريب. സഹാബിന്റെ പേര് പറഞ്ഞിട്ട് ഇനി അടുത്ത ഹദീസ് കിട്ടൂ, ഓർമ്മ വരുന്നില്ല. എല്ലാരും മിണ്ടാതിരിക്കുക. തൽഖീനെ പറ്റിയുള്ള ആ മരിക്കണ നേരത്തെ പറയുന്ന ആ വാക്കിനെ പറ്റിയുള്ള ഹദീസാണ്. അപ്പൊ അബൂ ദുർഅത്ത് റാസി റളിയല്ലാഹു അൻഹു 5 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ മഹാൻ അങ്ങാടി നിന്നിട്ട് حدثنا أبو عاصم عن عبد الحميد بن جعفر عن صالح بن أبي غريب عن كثير بن مرة الحضرمي عن معاذ بن جبل رضي الله عنه قال قال رسول الله صلى الله عليه وسلم. ഹദീസിനെ അവരൊക്കെ മിണ്ട മുമ്പ് തുടർന്ന് പറയാൻ പറ്റാതെ വെച്ചിരുന്ന ഹദീസ് ശരിക്കും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്താണ്? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്. ആരുടെ വചനമാണോ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുന്നത് അവർ സ്വർഗ്ഗത്തിലാണ്. വഫീ റിവായത്തിൻ, അത് പറഞ്ഞു. വേറെ റിവായത്തിലുണ്ട് ഹറമഹുല്ലാഹു അലന്നാർ, അവരുടെ ശരീരം അല്ലാഹു നരകത്തിന് ഹറാമാക്കും. ഈ ഹദീസ് അങ്ങോട്ട് പറഞ്ഞു, അവിടെ വീണു, അങ്ങോട്ട് മരിച്ചു. അങ്ങനെ മരിച്ച പണ്ഡിതനാണ് അബൂ ദുർഅത്ത് റാസി റളിയല്ലാഹു അൻഹു. അവസാന ഒരു ഹദീസും പറഞ്ഞിട്ടാണ് വഫാത്താകുന്നത്. യാ അല്ലാഹ്, വലിയ ഭാഗ്യമാണ്. ബഹുമാനപ്പെട്ട നദ്വി സാഹിബ് അങ്ങനെയാ വഫാത്തായി പോയത്. അബുൽ ഹസൻ അലി അൽ ഹസനി അൻ നദ്വി റഹിമഹുല്ലാഹ്. അവർ വഫാത്താകുമ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ച 2 സുഹൃത്തുക്കൾ നമ്മുടെ ലക്നൌവിൽ അവര് ദഅവത്തിന് വേണ്ടി പോയ സന്ദർഭം പള്ളിയിലുണ്ട്. ജുമാ നടക്കാൻ പോണ നേരാണ്, ജുമാക്ക് മുമ്പാണ്. നദ്വി സാഹിബ് അവറുകൾ റഹ്മത്തുള്ളാഹി അലൈഹി അവർ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. അൽ കഹ്ഫ് ഓതിയിട്ടുണ്ട്. ശിഷ്യന്മാരോട് ചില വിഷയങ്ങളും മസാലകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ജുമഅന്റെ വഹുവ സായിം, റമദാനിന്റെ ദിവസമാണ്, നോമ്പ് നോറ്റിട്ടുണ്ട്. അൽ കഹ്ഫ് ഓതി കഴിഞ്ഞ് ജുമഅന്റെ തൊട്ട് മുമ്പ് വഫാത്തായി മഹാനായ അബുൽ ഹസൻ അലി അൽ ഹസനി അൻ നദ്വി. ഒരുപാട് ആലിമീങ്ങളെ പുറത്തിരുത്തിയ വലിയ മഹാനുഭാവൻ. യാ അല്ലാഹ്, അവരെ പറ്റുന്ന വിവരക്കേട് പറയരുത്. ചില ആളുകളോട് പറയാണ്, വിവരക്കേട് പറയും വലിയ വലിയ മഹാന്മാരെ സംബന്ധിച്ച്. സൂൽ ആഖിബത്തുൽ അല്ലാഹു തആല രക്ഷിക്കുമാറാകട്ടെ. ഇൽമിലൂടെ ജീവിച്ച ആ നിലക്കാണ് വഫാത്ത് അല്ലേ. ഹംസുലൈഹിയുടെ വഫാത്തിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, എന്താണ്? ഏതൊരു കാര്യത്തിലാണോ മുഅ്മിനുള്ളത് അല്ലാഹുവിന്റെ തൗഫീഖ് കൂടെ കിട്ടിയാൽ യാ അല്ലാഹ് രക്ഷപ്പെട്ടു. ആ നേരത്തെ രക്ഷപ്പെടാനാണ് മുഅ്മിനെ നമ്മൾ അധ്വാനിക്കുന്നത്. ഒരാളെ സംബന്ധിച്ചാൽ നന്നായിട്ടുണ്ടോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അവസാനത്തെ നേരത്ത് എന്ത് ചൊല്ലി, എന്ത് പറഞ്ഞു, എങ്ങനെ മരിച്ചു എന്ന് നോക്കിയിട്ടല്ലേ. അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.